എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ തന്റെ വീട്ടിലിരിക്കുന്ന ലിന്നിനെയാണ്. ലിന്നും സാനും തമ്മിലുള്ള വിവാഹം ഇനി നടക്കില്ലാന്ന് ലിന്നിന്റെ വീട്ടുകാർക്ക് മനസ്സിലായിരിക്കുന്നല്ലോ. അവൾ ആ ഒരു കാര്യം ഒരുവിധം അവർ അറിഞ്ഞതിന്റെ റിലീഫിലാണ് റൂമിൽ ഇരിക്കുന്നതെങ്കിലും അവൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവൾ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് പോലും വരുന്നില്ല എന്നൊക്കെ തോന്നുന്ന അവളുടെ പേരൻസ് ആകെ ടെൻഷനിലാവുന്നുണ്ട്. അച്ഛനും ചേട്ടനും ഒക്കെ ഇപ്പോ സാനിനെ പോയി അടിക്കുന്ന മട്ടി നിൽക്കുമ്പോഴേക്കും അവളാകട്ടെ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരെ കൂളാക്കാൻ നോക്കുന്നു. പക്ഷെ ഒരു രക്ഷയില്ല, അവർ ഇവളുടെ കാര്യത്തിൽ ഭയങ്കര കൺസേൺഡ് ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവളാകട്ടെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണം എന്ന ചിന്തയിൽ വേഗം ഫോൺ എടുത്ത് മെസ്സേജ് ഡിലീറ്റ് ചെയ്യുമ്പോൾ അവൾ തിരിച്ച് പാസ്റ്റിലേക്ക് എത്തുന്നു. മുന്നേ അവൾ എക്സാമിനും തൊട്ട് മുന്നത്തെ ദിവസം, എക്സാമിന് 2-3 ദിവസം മുന്നത്തെ ദിവസം എന്നിങ്ങനെയുള്ള രീതിക്കായിരുന്നു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ആ എൻട്രൻസ് എക്സാമിന് ഏതാണ്ട് 1 വർഷം മുന്നേയുള്ള സമയത്താണ് വന്നു നിൽക്കുന്നത്. അതായത് അവരുടെ സ്കൂളിലെ ഫൈനൽ ഇയറിന്റെ തുടക്കത്തിലാണ് അവൾ വന്നു നിൽക്കുന്നത്. അവൾക്ക് സാങ്ങിനെ എങ്ങനെയെങ്കിലും മരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണം, എങ്കിൽ മാത്രമേ അവളുടെ ലൈഫ് മാറ്റാനായി സാധിക്കൂ എന്ന് മനസ്സിലായിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ വേഗം തന്നെ സാങ്ങിനെ അന്വേഷിച്ചു പോകുന്നു. ആക്ച്വലി അവൾ പഠിച്ച അതേ വർഷം ഫൈനൽ ഇയറിലെ മറ്റൊരു ഡിവിഷനിൽ പഠിച്ച പയ്യനാണ്. അവന്റെ ക്ലാസ്സിലെ പിള്ളേർ ഇപ്പോൾ ഗ്രൗണ്ടിലാണ് ഉള്ളതെന്ന് കണ്ട് അവൾ വേഗം അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവിടെ സാർ അവരെ കുറച്ച് എക്സസൈസ് ചെയ്യിക്കായിരുന്നു. അവളായിട്ട് നൈസായിട്ട് അവിടെ ചെന്ന് അവനോട് തനിയെ സംസാരിക്കാനായി നോക്കുമ്പോൾ പറ്റുന്നില്ല, കാരണം എല്ലാവരും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൾ വിത്ത് യുവർ പെർമിഷൻ എന്ന് പറഞ്ഞ് അവന്റെ കാലിലിട്ട് നല്ലൊരു തൊഴി വെച്ച് കൊടുക്കുന്നു. അവന് വേദന എടുക്കുമ്പോഴേക്കും അത് മാറ്റാൻ മരുന്ന് വെക്കാനാണെന്നും പറഞ്ഞ് അവനെയും പിടിച്ചോണ്ട് അവൾ സിക്ക് റൂമിന്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും അവനോട് സത്യം പറ, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്റെ പേര് സാനെന്ന് അവൻ പറയുന്ന ടീം. അതെനിക്കറിയാം. അല്ല, നീ ഞാനും തമ്മിൽ എന്താ ബന്ധം, എന്തോ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാ നിന്റെ ലൈഫിലെ കാര്യം എന്നെ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മൾ തമ്മിൽ പണ്ട് വല്ല പരിചയം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ അവൾ പലതും കടന്ന് ചോദിക്കുമ്പോൾ ഇവളെ എന്തേ ചോദിക്കുന്നേന്നേ അവൻ അറിയില്ലല്ലോ. അവനിങ്ങനെ അന്തം വിട്ട് നോക്കുമ്പോഴേക്കും അവന്റെ ക്ലാസ്സിലെ കുറച്ച് പയ്യന്മാർ അങ്ങോട്ടേക്ക് എത്തുകയും ഞങ്ങളുടെ ക്ലാസ്സിലെ കൊച്ചിന്റെ കാര്യയെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴേക്കും ലിന്ന് ചോദിക്കാനും പറയാനും വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ അവിടെ നടന്നില്ലല്ലോ. എന്തായാലും എങ്ങനെയെങ്കിലും ഇവന്റെ ക്ലാസ്സിലേക്ക് ഡിവിഷൻ മാറിയാൽ നല്ലതായിരുന്നു. അപ്പൊ ഇവനോട് കുറച്ച് കൂടുതൽ മിണ്ടാനും ഒരു അവസരം അതാവുമല്ലോ എന്ന് അവൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് സ്കൂളിൽ എവിടേക്ക് സാൻ പോയാലും ലിൻ അവന്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ അവന്റെ മുന്നിൽ പോയി ഇവർക്ക് കുടിക്കാനായി കൊടുക്കുന്ന പാല് അവളുടെ പങ്കെടുത്ത് അവന് കൊടുക്കുന്നുണ്ട്. എനിക്കെതിരെ ഇത് ഞാൻ സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്നൊന്നും ഒന്നും വാങ്ങാറില്ലെന്നില്ല അവൻ പറയുമ്പോഴേക്കും നിനക്കിത് ആവശ്യം വരും, നിനക്ക് ഒരു അപകടം സംഭവിക്കും, അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ സ്ട്രോങ് ആവണ്ടേ, അതിന് പാലൊക്കെ കുടിക്കാനും പറഞ്ഞ് അവൾ ഇങ്ങനെ അവന്റെ പുറകെ നടപ്പാണ്. ഇത് കാണുന്ന അവന്റെ ക്ലാസ്സിലെ കുറച്ച് പയ്യന്മാർ വീണ്ടും വന്ന് അവളുടെ അടുത്ത് നിന്ന് അവനെ മാറ്റുന്നുണ്ട്. സാങ് നല്ല പഠിപ്പി ആയതുകൊണ്ട് തന്നെ അവന് എക്സാമിന് വരാൻ പോകുന്ന ടോപ്പിക്സിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവുമല്ലോ. നല്ല പഠിക്കുന്ന പയ്യനല്ല, അപ്പൊ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഏതാണെന്നൊക്കെ അറിയാമായിരിക്കും എന്നൊരു കാര്യം കൊണ്ട് തന്നെ അവനോട് കൂട്ടുകൂടാനായി നടക്കുന്ന പയ്യന്മാരാണിത്. ഇവന്മാർക്ക് പേടി ഇവളിനി തങ്ങളെ പോലെ ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് ചോദിച്ചറിയാൻ വേണ്ടി അവനോട് കൂട്ടുകൂടുന്നതാണോ, അവളോട് കൂട്ടുകൂടിയ ഇവൻ തങ്ങളോട് പറഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി അവളോട് ഒരു രീതിയിലും ഇവനെ കണ്ടു മിണ്ടാനായി ഈ പയ്യന്മാര് സമ്മതിക്കുന്നില്ല. പക്ഷെ അവൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ റെഡിയുമല്ലല്ലോ. എങ്ങനെങ്കിലും അവന്റെ മരണം തടഞ്ഞല്ലേ പറ്റൂ. അങ്ങനെ അവൾ അതും ചിന്തിച്ച് ക്ലാസ്സിലിരിക്കുമ്പോഴേക്കും സാനെത്തി അവന്റെ ബുക്ക് കൊടുത്തിട്ട് ഹോംവർക്ക് ഒക്കെ എഴുതി കൊടുക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നെ തേച്ചിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ടെങ്ങനെ കല്യാണം കഴിക്കാനായി പോകുന്ന നീ എന്നോട് ഹോംവർക്ക് എഴുതി തരാൻ പറയാൻ വേണ്ടി അത്രയ്ക്ക് ആളായൊന്നും മനസ്സിലോർത്തുകൊണ്ട് അവൾ എനിക്കൊന്നും എഴുതാൻ പറ്റത്തില്ല, എനിക്ക് വേറെ പണിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ അല്ല നീയല്ലേ എന്നോട് എന്ത് വേണമെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുന്നത്, അതുകൊണ്ട് ഇത് കൊണ്ടു തന്നത്, മര്യാദയ്ക്ക് എഴുതിക്കുമെന്ന് പറഞ്ഞ് അവൻ അങ്ങ് പോകുന്നു. അവൻ ഈ പാസ്റ്റും ഫ്യൂച്ചറും ഒന്നും അറിയില്ലല്ലോ. അവളാകട്ടെ ഫ്യൂച്ചറിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ആ ഒരു രീതിക്കാണ് പെരുമാറുന്നത്. എന്തായാലും അവൾ സാൻ പറഞ്ഞ കണക്ക് അത് എഴുതി കൊടുക്കാൻ റെഡി ആവുന്നില്ല. അങ്ങനെ ഉടക്കിയിരിക്കുമ്പോഴേക്കും ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ടെങ്ങെത്തി നീ എന്താ അവൻ പറയുന്ന ഒന്നും കേൾക്കാത്തത്, എഴുതി കൊടുക്കുന്നൊക്കെ പറയുമ്പോ നിനക്ക് എത്ര അത്യാവശ്യമാണെങ്കിൽ നീ പോയി എഴുതി കൊടുക്കുന്നു പറഞ്ഞു ലിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ പോകുന്നത് സ്റ്റാഫ് റൂമിലേക്കാണ്. ഈ ചൈനക്കാർക്കിടയിൽ നമുക്കുള്ള കണക്കൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നും അല്ല ഉള്ളത്. നമ്മുടെ ഇവിടെയൊക്കെ ഡിവിഷൻ തിരിക്കുമ്പോൾ കുട്ടികളെ റാൻഡമായി മിക്സ് ചെയ്യുമല്ലോ, പഠിക്കുന്ന കുട്ടികളും പഠിക്കാത്ത കുട്ടികളും എന്ന് പറയുന്ന എല്ലാ തരം കുട്ടികളെ മിക്സ് ചെയ്താണ് ഒരു ക്ലാസിന്റെ ഡിവിഷൻ ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻസ് ഒരു ഡിവിഷനിൽ, പിന്നീട് അങ്ങനെ താഴെ 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 ഏറ്റവും ലാസ്റ്റ് ഡിവിഷനിൽ ഒട്ടും തന്നെ മാർക്കില്ലാത്ത കുട്ടികൾ എന്നിങ്ങനെയുള്ള രീതിക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ് 1 എന്ന ടോപ്പ് മോസ്റ്റ് ക്ലാസ്സിലാണ് സാങ് പഠിക്കുന്നത്. 9ാമത്തെ ഏറ്റവും ലോ ക്ലാസ്സിലാണ് നമ്മുടെ ലിൻ പഠിക്കുന്നത്. അവൾക്ക് 9 എന്ന ഡിവിഷനിൽ നിന്ന് 1ലേക്ക് എത്തണം. സാങ്ങിനെ എപ്പോഴും കാണാനും മിണ്ടാനും ഒക്കെ. അതിനായി അവൾ ക്ലാസ് 1ന്റെ ടീച്ചറിന്റെ അടുത്ത് ചെന്ന് സാറിന്റെ ക്ലാസ്സിലേക്ക് മാറാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എത്ര മാർക്ക് പഠിച്ച് മേടിച്ചാൽ കിട്ടും എന്നിങ്ങനെ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ അതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്താണ് അവളാകട്ടെ ഇവരെ മുന്നേ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നേരം വഴക്ക് പറഞ്ഞ സാറില്ലേ, ആ സാറിനോട് സാങ് സംസാരിച്ച് നിൽക്കുന്നത് കാണുന്നത്. നടക്കാൻ പോകുന്ന വലിയൊരു സ്പീച്ച് കോമ്പറ്റീഷൻ ഉണ്ട്. ആ ഒരു കോമ്പറ്റീഷൻ ഇന്ന് വരെ ഈ സ്കൂളിൽ നിന്ന് പങ്കെടുത്ത ആരും തന്നെ വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് ആ കോമ്പറ്റീഷനിൽ ഇത്തവണ സാങ് പങ്കെടുത്ത് വിജയിക്കണം എന്ന രീതിയിൽ അവനോട് അതിന്റെ പ്രിപ്പറേഷനെ പറ്റിയൊക്കെ സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് ശേഷം ചൈനയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ഏത് വിധേനയുള്ളതായിരിക്കും എന്ന ഒരു കാര്യങ്ങളെ പറ്റിയുള്ള സ്പീച്ച് കോമ്പറ്റീഷൻ
സിറ്റുവേഷൻ ആണത്. അത് ഇവർ സംസാരിക്കുന്നത് മാറി നിന്ന് കേൾക്കുന്ന ലിന്നിന് ഭയങ്കരമായിട്ട് മനസ്സിൽ ലഡ് പൊട്ടുന്നുണ്ട്. അവൾ വേഗം തന്നെ ഇവർ സംസാരിക്കുന്നിടത്തോട്ട് എന്ന് എന്നേക്കാൾ നന്നായി 10 വർഷങ്ങൾക്ക് ശേഷം ഇവിടെയുള്ള മാറ്റങ്ങൾ പറയാൻ സാധിക്കുന്ന വേറൊരാളും ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ അതിൽ പങ്കെടുക്കാം, എനിക്ക് ഗോൾഡ് അവാർഡ് കിട്ടും, ഉറപ്പാണ്, ഞാൻ തന്നെ ഫസ്റ്റ് അടിക്കും എന്നിങ്ങനെ അവൾ വളരെ കോൺഫിഡന്റ് ആയി പറയുമ്പോൾ അവളുടെ അക്കാഡമിക്സ് പെർഫോമൻസ് വളരെ പുവർ ആയതുകൊണ്ട് തന്നെ ആ കാര്യം പറഞ്ഞ് സാറ് കളിയാക്കുമ്പോൾ സാർ അങ്ങനെ എന്നെ കൊച്ചാക്കൊന്നും വേണ്ട, ഈ മത്സരത്തിൽ എന്തായാലും ഞാൻ വിജയിച്ചിരിക്കും, പക്ഷെ അങ്ങനെ ഞാൻ വിജയിച്ചു വന്നാൽ ഈ സ്കൂളിൽ ഇങ്ങനെ ഫസ്റ്റ് അടിക്കുന്ന ആദ്യത്തെ വ്യക്തി എന്ന രീതിക്ക് എന്നെ ക്ലാസ് 1ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാറിന് സാധിക്കുമോ, എങ്കിൽ ഞാൻ മത്സരിച്ച് വിജയിക്കാം, ഞാൻ ചലഞ്ച് ചെയ്യുന്നു എന്ന് അവൾ പറയുമ്പോഴേക്കും അവൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ സാർ എന്തായാലും ചലഞ്ച് സമ്മതിക്കുന്നുണ്ട്. അവളെ പോലെ തന്നെ സാങ്ങും ആ മത്സരത്തിൽ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സാങ് ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല, താൻ തന്നെ ജയിക്കുമെന്ന കോൺഫിഡൻസ് അപ്പോഴും ലിൻ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അവൾ സാങ്ങിനോട് നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാം, ഞാൻ നിനക്ക് ചില ടിപ്സ് ഒക്കെ പറഞ്ഞു തരാം, ഫസ്റ്റ് എനിക്കും സെക്കൻഡ് നിനക്കും കിട്ടട്ടെ, അപ്പൊ നമ്മുടെ സ്കൂളിന് അതൊരു ഇരട്ടി മധുരം അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനോട് അവൾ സംസാരിക്കുമ്പോൾ എനിക്ക് സെക്കൻഡ് പ്ലേസിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ മത്സരിച്ചാ അവിടെ ഞാൻ ഫസ്റ്റ് ആവും, അതാണ് എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് അവൻ തിരിച്ചു പറയുന്നുണ്ട്. എന്തായാലും പിന്നീട് അങ്ങോട്ട് അവൾ ആ സ്പീച്ചിൽ എങ്ങനെയെങ്കിലും ജയിക്കണം എന്ന ഒരു ഇന്റൻഷനിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ അവൾക്ക് ജയിക്കാൻ പറ്റുമെന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും സാങ് വളരെ മിടുക്കനാണ്, അവന് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ അറിയാമെന്ന കാര്യം കൊണ്ടൊക്കെ അവൾക്ക് കാര്യങ്ങൾ എന്തൊക്കെ മാറ്റുമെന്ന് അറിയാമെങ്കിലും അതൊരു സ്റ്റേജിൽ നിന്ന് കോൺഫിഡന്റ് ആയി അവനെ വെല്ലുന്ന രീതിയിൽ പറയാൻ സാധിക്കുമോ എന്നൊരു ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ അവനോട് പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം, ഞാൻ ഒന്ന് ക്ലാസ് 1ലേക്ക് വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കുന്നവൻ എനിക്കങ്ങനെ തോൽക്കും എന്ന് പറഞ്ഞൊന്നും പെർഫോം ചെയ്യാൻ സാധിക്കില്ല, മറിച്ച് എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്യാം, എന്തെങ്കിലും ടിപ്സ് പ്രിപ്പയർ ചെയ്യാൻ സഹായങ്ങളും ഒക്കെ, അല്ലാണ്ട് സ്പീച്ചിൽ ഞാൻ നിന്നെ ജയിപ്പിക്കാൻ വേണ്ടി എനിക്ക് തോക്കാമെന്ന് പറയാൻ സാധിക്കില്ല എന്ന് അവനും പറയുന്നു. ഈ സ്പീച്ചിന്റെ കാര്യത്തിൽ മാത്രമല്ല അതിന്റെ ഇടയിൽ അവനെ കെയർ ചെയ്യാനും അവൾ മറക്കുന്നില്ല. എവിടെ പോയാലും അവൾ തന്നെയാണ് പാല് കൊടുക്കുക, ആപ്പിൾ കൊടുക്കുക എന്നിങ്ങനെ അവനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ അവൾ അതിന്റെ ഇടയിൽ ചെയ്യാനും നോക്കുന്നുണ്ട്. എന്തിനാണ് ഇവൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാതെ അവൻ ഒരു ലെവൽ എത്തുമ്പോഴേക്കും അവളെ അവളുടെ നിഴൽ കണ്ട ഓടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അത് കണ്ട് അവൾ ഇവൻ എന്നെ പേടിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ ശാന്താക്കാൻ വേണ്ടി എന്തിനാ എന്നെ കണ്ട ഓടുന്നത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നതല്ലേ, എന്നെ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ അവളാകട്ടെ ഒട്ടും തന്നെ സാനിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന കാര്യം പതിയെ എവിഡന്റ് ആവുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി തെങ്ങ് ചോദിക്കുമ്പോഴേക്കും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അത്രേ ഉള്ളൂ, എപ്പോഴും നമ്മുടെ ഇൻട്രസ്റ്റ് ഒരേപോലെ ഇരിക്കണമെന്നില്ലല്ലോ എന്ന് പറയുന്നവൾ തെങ്ങ് നിനക്ക് അവനോട് മാത്രമാണോ ഇൻട്രസ്റ്റ് ഇല്ലാതായി മാറിയത്, എന്നോടും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിക്ക് വലിയ അടുപ്പമൊന്നും പക്ഷെ നീ ഇപ്പൊ കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ രണ്ടുപേരോടും എനിക്ക് വലിയ താല്പര്യമില്ലെന്ന് വിചാരിച്ചോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് തെങ്ങ് കാര്യമാക്കുന്നില്ല. അന്നായിട്ട് ഇവർക്ക് നൈറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇവർ അവസാന വർഷ സ്കൂൾ വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ ഡേയും നൈറ്റും അവർക്ക് ക്ലാസ് ഉണ്ട്. നൈറ്റ് ക്ലാസ്സിനിടയിൽ ഒരു ബ്രേക്ക് കിട്ടുമ്പോഴേക്കും നമ്മുടെ ലാബിന്റെ അവിടെ എന്റെ കൂടെ നീ ഒന്ന് വാ, അവിടെ ഒരു പ്രേതബാധ ഉണ്ടെന്നൊക്കെ കുട്ടികൾക്കിടയിൽ ഒരു റൂമറുണ്ട്, നമുക്കൊന്ന് പോയി പരിശോധിക്കാന്ന് പറഞ്ഞ് തെങ്ങ് വിളിക്കുമ്പോ തെങ്ങിന്റെ കൂടെ മനസ്സോടെ ലിൻ പോകുന്നുണ്ട്. അവിടെ എത്തിക്കഴിയുമ്പോ അയ്യോ പ്രേതം പറഞ്ഞ് ലിൻ പേടിപ്പിക്കുമ്പോഴേക്കും തെങ്ങിന്റെ ബോധം പോയി അവൾ താഴെ വീഴുന്നു. ഇത് കണ്ടും തെങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കാതെ കയ്യിലുണ്ടായിരുന്ന ബാൻഡേജ് എടുത്ത് തെങ്ങിന്റെ മുഖത്ത് ഒട്ടിച്ചു വെച്ച് ലിൻ പതിയെ പുറത്തേക്ക് ഇറങ്ങാണ്. ഇവൾ ഒരിക്കലും തന്റെ നല്ലൊരു സുഹൃത്തല്ല എന്നൊരു കാര്യം ലിന്നിന് ഇപ്പൊ മനസ്സിലായിരിക്കുന്നത് കൊണ്ട് തന്നെ തെങ്ങിനെ ആ പഴയ ഫ്രണ്ട്ഷിപ്പിന്റെ രീതി കാണാനൊന്നും ലിന്നിന് സാധിക്കുന്നുണ്ടാവില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന അവൾ അപ്പുറത്തുള്ള കെമിസ്ട്രി ലാബിന്റെ ഡോറ് ചെറുതായിട്ട് ഓപ്പൺ ആയിരിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് എന്താ സംഭവം, ഇവിടെയാണോ മുന്നേ പറഞ്ഞ പ്രേതം എന്ന രീതിക്ക് ഒളിഞ്ഞു നോക്കുമ്പോഴേക്കും അകത്ത് സാങ് നിന്ന് എലിഫന്റ്സ് ടൂത്ത് പേസ്റ്റ് എന്ന ഒരു എക്സ്പെരിമെന്റ് തന്നെ ചെയ്ത് പഠിക്കുന്നതാണ് അവൾ കാണുന്നത്. ഏടാ വീര നീ കൊള്ളാവല്ലോ, നീ അപ്പോ ആളുകളുടെ മുന്നിൽ വെച്ചുള്ള പഠിത്തം മാത്രമല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തും പഠിക്കാറുണ്ടല്ലേ, അതിന്റെ ആവശ്യം എന്താ, നിനക്കല്ലേ മാർക്കുള്ളതല്ലേ, നീ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ആ ശരി അതാവട്ടെ, ആ സ്പീച്ചിനെങ്കിലും നിനക്കൊന്ന് പിന്മാറിക്കൂടെ പ്ലീസ്, അത് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിന്റെ ക്ലാസ്സിൽ എത്താൻ സാധിക്കും, അതേ കൂടി എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും, നീ ആ സ്പീച്ചിലുണ്ടെങ്കിൽ ഞാൻ ജയിക്കാനുള്ള ചാൻസ് അത്ര ഇല്ലാന്നെല്ലാം അവൾ പറഞ്ഞ് അവനോട് ആ സ്പീച്ച് കോമ്പറ്റീഷനിൽ നിന്ന് ഒന്ന് പിന്മാറുന്ന ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ എനിക്കെന്തിനാ നിന്റെ പ്രൊട്ടക്ഷൻ എന്ന് മനസ്സിലാവാതെ അവൻ നിൽക്കാണ്. പക്ഷെ അവൻ അങ്ങനെ പിന്മാറാനൊന്നും റെഡിയല്ല. എന്തായാലും അതവൻ പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോ അവളും നിരാശയോടെ ലാബിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയം അവിടെ ഇരുട്ടത്ത് മറ്റൊരു രൂപം നമുക്ക് കാണാം. അതിന് ഈ മുന്നേ പറഞ്ഞ പ്രേതാണോ എന്തോ, എന്തായാലും പ്രേതമാണോ മനുഷ്യനാണോ എന്ന് വ്യക്തമല്ല. അങ്ങനെ സ്പീച്ച് കോമ്പറ്റീഷന്റെ ദിവസം വന്നെത്തുന്നു. എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടും സാങ് പിന്മാറാഞ്ഞത് കൊണ്ട് തന്നെ ഇനി രണ്ടും കൽപ്പിച്ച് മുന്നോട്ടെന്ന രീതിക്ക് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ലിൻ. സാങ്ങിന്റേതായിരുന്നു ആദ്യത്തെ പ്രസംഗം. അവൻ 10 വർഷങ്ങൾക്ക് ശേഷം ചൈനയിൽ നടക്കാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റി അതിമനോഹരമായി അവിടെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവൾ അന്തം വിട്ടുപോകുന്നു. ഏതാണ്ട് അവളെ കണക്ക് ഫ്യൂച്ചറിൽ നിന്ന് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി വന്ന് പ്രസംഗിക്കുന്ന കണക്കുണ്ടായിരുന്നു. അവൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യൂ ഗ്രീൻ ഷെയറിംഗ് എക്കോണമി, അതായത് ഷെയർഡ് ബൈക്സ്, കാർസ്, ഇലക്ട്രിക് കാർസ് എന്നിങ്ങനെ നമ്മുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ തന്നെ വൻ മാറ്റങ്ങൾ ഉണ്ടാവും. ടേക്ക് ഔട്ട് സർവീസുകൾ കൂടുന്നതായിരിക്കും. ഇന്ററാക്റ്റീവ് പ്രോഡക്റ്റുകളിൽ വലിയ കണ്ടുപിടുത്തങ്ങൾ നടക്കും. എക്സാമ്പിൾ VR ഗെയിംസ് എന്ന കാര്യങ്ങളൊക്കെ കൾച്ചറൽ ഇൻഡസ്ട്രിയിൽ പുതുതായി എത്തും.
എത്തുന്നതായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ കണക്കല്ല, ആളുകളുടെ ലൈഫ് 10 വർഷങ്ങൾക്ക് ശേഷം കുറച്ചുകൂടെ ഹാപ്പിയറായി മാറും. ആളുകൾ വീട്ടിലിരുന്നും യാത്ര ചെയ്തും ഒക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. കൂടുതൽ ആളുകൾ ഹാപ്പിയായി ലൈഫ് ലീഡ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ അവനിങ്ങനെ ഒരുപാട് പറയുമ്പോൾ അവന്റെ പ്രസംഗത്തിന്റെ ആ ഒരു ഒറിജിനാലിറ്റിയിലും അവൻ പറയുന്ന ഈ കാര്യങ്ങളിലും ഒക്കെ തന്നെ ജഡ്ജസ് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. അവനാണ് ഫസ്റ്റ് പ്രൈസ് അവിടെ കിട്ടുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, താൻ പറയാനായിട്ട് വെച്ച പോയിന്റ്സ് ഓരോന്നോരോന്ന് സാങ് പറഞ്ഞ് കൈയിടി നേടുമ്പോ പിന്നീട് പറയാൻ ഒന്നും തന്നെ ലിന്നിനുണ്ടായിരുന്നില്ല. അവൾ പിന്നെ അവളുടെ ടേൺ എത്തുമ്പോ പോയി ബ്ലാ ബ്ലാ അടിച്ച് ലാസ്റ്റ് പ്രൈസ് ആണ് അവിടെ നിന്ന് നേടുന്നത്. ലാസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് എന്നും പറയാം. എന്തായാലും അവൾ ആകെപ്പാടെ ആ ഒരു മത്സരത്തിലെ പൊട്ടിപ്പാളീസായി. അവൻ ഇതിൽ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് തന്നെ ഫസ്റ്റ് കിട്ടിയേനെ എന്ന ഭയങ്കര നിരാശയും കലിപ്പും അവൾക്ക് ആവുന്നുണ്ട്. അവൾ അങ്ങനെ അതിനുശേഷം തിരിച്ച് സ്കൂളിന് അവിടെ എത്തുമ്പോഴേക്കും അനധികൃതമായി നൈറ്റ് പീരീഡ് സമയത്ത് ലാബിൽ കയറി എന്ന രീതിക്ക് അവളെ പറ്റി അവിടെയൊക്കെ കുറെ കുറിപ്പുകൾ എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. ഇത് ചെയ്തത് ടെങ് ആണെന്ന് മനസ്സിലാവുമ്പോൾ അവൾ അതിനെപ്പറ്റി ചോദിക്കുന്നു. കാരണം ടെങ് ആണല്ലോ അവളെ വിളിച്ചുകൊണ്ട് ലാബിൽ പോയതും, ടെങ്ങിനല്ലേ അവൾ ലാബിൽ പോയാലും അറിയുള്ളൂ. ആ രീതിക്ക് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാ, നീ എന്നെ ലാബില് തനിച്ചാക്കിയിട്ട് പോയില്ലേ, അതിന് ഞാൻ ചെയ്തതാണെന്ന് ടെങ് പറയുന്ന ടീം. ഞാൻ നിന്നോട് ചെയ്യുന്നതിലെ വലിയ അതിശയോക്തിയൊന്നും വേണ്ട, നീ എന്നോട് എന്താണോ ചെയ്തത് അത് തന്നെ ഞാൻ തിരിച്ചു ചെയ്യുന്നതെന്നല്ല ലിൻ പറയുമ്പോ നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നീ എന്നെ ഇപ്പൊ ഒരു ശത്രുവിനെ കണക്ക് കാണുന്നത്, അതുകൊണ്ട് നമ്മൾ ഇനി പക്ക ശത്രുക്കൾ തന്നെ ആയിരിക്കും. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന ഒരു കാര്യം നമുക്കിടയിൽ ഇനി ഉണ്ടാവില്ല എന്ന് ടെങ്ങും പറയുന്നു. അതെനിക്ക് മുന്നേ അറിയാവുന്ന വലിയ പുതുമയൊന്നും ഇല്ലാന്ന് പുച്ചത്തി ലിന്നും പറയുന്നു. അങ്ങനെ ഇവർക്കിടയിൽ വഴക്കാവുകയും ആ വഴക്കിന്റെ പേരിൽ ലിൻ ഇപ്പോതേ ആ സാറിന്റെ ഓഫീസില് പണിഷ്മെന്റിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ വീരവാദം അടിച്ച് സ്പീച്ച് കോമ്പറ്റീഷന് പോയതും പോരാ, തോറ്റ് തൊപ്പിട്ട് വന്നിട്ട് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു എന്ന് സാർ ചോദിക്കുമ്പോ, സാർ എനിക്ക് ആ കോമ്പറ്റീഷനിൽ ജയിക്കാൻ പറ്റിയില്ല എന്നത് സത്യമാണ്, പക്ഷെ ഇപ്പൊ ഞാൻ വഴക്കുണ്ടാക്കിയതിന്റെ പേരിന് സാറിന് വേണമെങ്കിൽ എന്നെ പണിഷ്മെന്റ് ആയിട്ട് ക്ലാസ് 1ലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തൂടെ എന്ന് അവൾ ആ അവസരം മുതലാക്കാൻ വേണ്ടി ചോദിക്കുമ്പോഴും അവളെ നോൺസെൻസ് എന്ന് പറഞ്ഞ് സാർ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. പക്ഷെ അതിനു മുന്നേ ഒരു ചാലഞ്ച് അവളുടെ മുന്നിൽ വെക്കുന്നുണ്ട്. മുന്നേ ഈ ഒരു സ്പീച്ച് കോമ്പറ്റീഷനിൽ ജയിക്കുക എന്ന ചാലഞ്ച് അവളാണ് സാറിന് മുന്നിൽ അങ്ങോട്ട് വെച്ചത്. പക്ഷെ ഇപ്പോ സാർ അവളുടെ മുന്നിൽ വെക്കുന്ന ചാലഞ്ച് വരാൻ പോകുന്ന മന്ത്ലി എക്സാമിന് അവൾ ടോപ്പ് 50 റാങ്കിനുള്ളിൽ നേടിയാല് അവൾ ആവശ്യപ്പെടുന്ന കണക്ക് ക്ലാസ് 1ലേക്ക് അവളെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം പരിഗണിക്കാമെന്ന്. ആ ചാലഞ്ച് ഏറ്റെടുക്കുന്ന അവളാകട്ടെ സാറ് അവൾക്ക് അത് ഒരിക്കലും പാസ്സാവില്ല എന്ന് ഉള്ളിൽ തോന്നിയത് കൊണ്ടാണ് തനിക്കിപ്പോ ഇങ്ങനെ ഒരു പണി തന്നതെന്ന് ഉറപ്പുണ്ടായിട്ടും അന്നത്തെ അവരുടെ ഈവനിങ് ടു നൈറ്റ് സ്റ്റഡി സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ക്ലാസ് കഴിഞ്ഞ ആ ഒരു ചെറിയ ബ്രേക്കിന് സാങ്ങിനെ വലിച്ചുകൊണ്ട് നേരെ ലൈറ്റ് ഹൗസിന്റെ അവിടേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചാണല്ലോ അവൻ വീണ് മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളിപ്പോ അവിടെ അവനെ കൊണ്ടു നിർത്തി അവന്റെ മരണം തന്റെ ലൈഫിനെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത്, എന്തുകൊണ്ടാണത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവനെ പേടിപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ പേടിക്കുന്തോറും അവൾക്ക് പാസ്റ്റ് നിൽക്കാൻ പറ്റാതെ അവൾ ഫ്യൂച്ചറിലേക്ക് പോവാൻ തുടങ്ങുകയാണ് എന്ന് മനസ്സിലാകുമ്പോൾ അവനെ സമാധാനിപ്പിച്ച് പേടിക്കേണ്ട, എന്തിനാ ഈ ലൈറ്റ് ഹൗസിന്റെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പേടിക്കുന്നത് എന്നൊക്കെ പറയുന്നവൾ മന്ത്ലി എക്സാമിന് വേണ്ടി എന്നെ ഒന്ന് പഠിക്കാൻ സഹായിക്കാവോ പ്ലീസ് എന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവൻ പഠിപ്പിക്കാം ഇല്ല എന്നൊന്നും വ്യക്തമാക്കാതെ നോക്കാം എന്ന മട്ടിൽ മറുപടി പറഞ്ഞ് വേഗം ലൈറ്റ് ഹൗസിന്റെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അവളാകട്ടെ തിരിച്ച് സ്കൂളിന്റെ അവിടേക്ക് പോകുന്ന ടീം അവിടെ ഒരു കൂട്ടം പയ്യന്മാര് സാങ്ങിനെ തപ്പി നടക്കുന്ന കാഴ്ച അവൾ കാണുന്നുണ്ട്. അതിലെ ഒരു പയ്യനെ കണ്ടവൾ ആകെ ഷോക്കാവുന്നു. കാരണം ആ പയ്യനാണ് മുൻ ആ വീഡിയോയിൽ സാങ്ങിനെ ഉപദ്രവിക്കുന്നതായി അവൾ കണ്ടിരുന്നത്. ഇനി ഇവൻ കാരണമായിരിക്കോ സാങ് മരിച്ചത് എന്ന് ടെൻഷൻ ആവുന്ന അവൾ സാങ്ങിനെ ഇവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനായി ശേഷം എന്ത് ചെയ്യുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.